ഇടുക്കിയിൽ സിറ്റിംഗ് എം പി ഡീൻ കുര്യാക്കോസ് തന്നെ UDF സ്ഥാനാർത്ഥിയായേക്കും. ഡീൻ സ്ഥാനാർത്ഥിയായാൽ കഴിഞ്ഞ തവണ ലഭിച്ച ഭൂരിപക്ഷം നിലനിർത്താനാകുമെന്ന് KPCC സെക്രട്ടറി MN ഗോപി റിപ്പോർട്ടറിനോട് പറഞ്ഞു. സീറ്റ് ചർച്ചകൾ പൂർത്തിയായിട്ടില്ലെങ്കിലും സിറ്റിംഗ് സീറ്റുകൾ ഘടകകക്ഷികൾക്ക് വിട്ടുനൽകാതെ കോൺഗ്രസ് തന്നെ മത്സരിക്കുക എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം നീങ്ങുമ്പോൾ ഇടുക്കിയിൽ വീണ്ടും സ്ഥാനാർത്ഥി സാധ്യത ഡീൻ കുര്യാക്കോസിനെന്നാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സൂചന. കഴിഞ്ഞ തവണ ലഭിച്ച ഭൂരിപക്ഷം നിലനിർത്തുകയാണ് തെരഞ്ഞെടുപ്പ് അജണ്ടയെന്നും ഡീൻ കുര്യാക്കോസ് തന്നെ മത്സരിച്ചാൽ അത് എളുപ്പമാകുമെന്നും KPCC സെക്രട്ടറി MN ഗോപി റിപ്പോർട്ടറിനോട് പറഞ്ഞു. സ്ഥാനാർത്ഥി ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ ഞാനല്ല, അത് AICC ആണ് പ്രഖ്യാപിക്കേണ്ടത്. പക്ഷേ ഡീൻ്റെ സാധ്യതയാണ് കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ ഭൂരിപക്ഷം നിലനിർത്തുക എന്നുള്ളതാണ് UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷം നിലനിർത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഡീൻ കുര്യാക്കോസിന്റെ ഭൂരിപക്ഷം 1,71,053 വോട്ടാണ്. മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഡീൻ കുര്യാക്കോസിനെതിരെ സംസ്ഥാന ദേശീയ നേതൃത്വത്തിൽ നിന്നും എതിരഭിപ്രായം ഉണ്ടാകാനും സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ജില്ലയിൽ കോൺഗ്രസ് നേതൃത്വവും അതിൽ ഉറച്ചു നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനുള്ള മുന്നൊരുക്കങ്ങളും കോൺഗ്രസ് പൂർത്തിയാക്കിയെന്നും വാർഡ് കമ്മിറ്റികൾ വരെ സജ്ജമാണെന്നും MN ഗോപി വ്യക്തമാക്കി. കോൺഗ്രസിനുള്ളിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമായി നടക്കുമ്പോൾ ഇടുക്കിയിൽ ആരാകുമെന്ന സംശയമില്ല. അതിന് കാരണം കഴിഞ്ഞ തവണ ഡീൻ കുര്യാക്കോസിന് ലഭിച്ച ഭൂരിപക്ഷം തന്നെയാണ്. അത് നിലനിർത്തുവാനും മറികടക്കുവാനും ഡീൻ തന്നെയെന്ന ആവശ്യവുമാണ് മുന്നോട്ട് വയ്ക്കുന്നതും. വീഡിയോ ജേർണലിസ്റ്റ് S ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.